നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് കുറച്ച് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ, നാളെ എക്സാമിന് പോവാണ് അല്ലേ. 10th പ്രിലിംസിന്റെ എക്സാം നാളെ നടക്കുകയാണ്. നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഞാൻ ഇങ്ങനെ പറഞ്ഞു തരാം. നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഒന്ന് റിവിഷൻ ആയിട്ട് നിങ്ങൾ നന്നായി പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് റിവിഷനും കൂടിയിട്ടായി ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ നിങ്ങൾക്കത് അറിയുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വന്തമായിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾ കറണ്ട് അഫെയർ ഓക്കെ ആണെന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഷോർട്ട് ആയിട്ടുള്ളത് മാത്രമാണ് എടുത്തിട്ടുള്ളത്, അല്ലാണ്ട് വാരി വെച്ചിട്ടൊന്നും പഠനമില്ല. നാളെ എക്സാമിന് വരാൻ പറ്റിയ ഒരു മേഖലകളെ നമുക്കറിയാം. PSC എപ്പോഴും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഏരിയകളുണ്ടല്ലോ, അത് മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല കൂൾ മൈൻഡോട് കൂടിയിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ SCRTയുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. ലാസ്റ്റ് റിവിഷൻ ഒക്കെ നന്നായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയണം കേട്ടോ. നിങ്ങൾക്ക് അറിയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കണം. ഇവിടെ സംസാരിച്ചിട്ട് നമുക്ക് സമയം കളയാനായിട്ട് ഇല്ല. നമുക്ക് നോക്കാം. നമുക്ക് നോക്കട്ടെ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ് അല്ലെ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണെന്ന് നിങ്ങൾക്ക് അറിയാം. 2024 തീം എന്താണ്? 2024 തീം പറഞ്ഞേ. 2024 തീം നിങ്ങൾക്ക് പറയാൻ കഴിയണം കേട്ടോ. അവിടെ ആയിരിക്കണം നിങ്ങളുടെ മാർക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ എന്താ തീം? ഭൂമി പുനഃസ്ഥാപിക്കൽ അല്ലേ. 2024 തീമാണ് ഭൂമി പുനഃസ്ഥാപിക്കൽ. ഭൂമി പുനഃസ്ഥാപിക്കൽ. പിന്നെ എന്താണ്? മരുഭൂവൽക്കരണം. ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം. പിന്നെ വരൾച്ച പ്രതിരോധം, ഇതെല്ലാം കൂടിയിട്ടുള്ളതാണ് കേട്ടോ. വരൾച്ച പ്രതിരോധം, ഇതാണ് 2024 തീം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ് എന്ന് പറഞ്ഞു അല്ലെ. 2023 തീം എന്താണ്? 2023 തീം എന്താണ്? സൊല്യൂഷൻ ഓഫ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അല്ലെ. സൊല്യൂഷൻ ഓഫ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ പഠിച്ചോ? 2023 24 തീം പഠിച്ചു വെക്കുക കേട്ടോ. സൊല്യൂഷൻ ഓഫ് പ്ലാസ്റ്റിക് പൊല്യൂഷനും 2024 ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം പഠിച്ചു വെക്കുക. 2023 എവിടെയായിരുന്നു വേദി? എവിടെയായിരുന്നു പരിസ്ഥിതിഘോഷത്തിന്റെ വേദി? എവിടെയാണ്? ഐവറി കോസ്റ്റ് അല്ലെ. എവിടെയാണ്? ഐവറി കോസ്റ്റ് കേട്ടോ. ഐവറി കോസ്റ്റ്. 2024 ഈ വർഷം ജൂൺ 5 പരിസ്ഥിതിദിനത്തിന്റെ വേദി എവിടെയാണ്? സൗദി അറേബ്യ കേട്ടോ. സൗദി അറേബ്യ. കഴിഞ്ഞ വർഷം ഐവറി കോസ്റ്റിലായിരുന്നു, ഇപ്രാവശ്യം സൗദി അറേബ്യയിലാണ്. പഠിച്ചല്ലോ. ഇനി ഇത് നമ്മള് ജൂൺ 5 കാര്യം പറഞ്ഞത് അല്ലെ. ജൂൺ 5. ഇനി ഏപ്രിൽ 7 എന്താണ് പ്രത്യേകത? ഏപ്രിൽ 7 പ്രത്യേകത എന്താണ്? ലോകാരോഗ്യ ദിനമാണ് അല്ലെ. ലോകാരോഗ്യ ദിനമാണ്. 2023 തീം എന്താണ്? 2023 തീം എല്ലാവർക്കും ആരോഗ്യം. എല്ലാവർക്കും ആരോഗ്യം കേട്ടോ. ശ്രദ്ധിക്കുക. 2024 തീം, ഈ വർഷത്തെ തീം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം കേട്ടോ. എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഓക്കെ, എന്റെ ആരോഗ്യം എന്റെ അവകാശം. പഠിച്ചോ? അപ്പൊ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനത്തിന്റെ തീം നമ്മൾ പഠിച്ചു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം നമ്മൾ പഠിച്ചു. ഇപ്പോഴത്തെ നമ്മുടെ കേരള നിയമസഭയുടെ സെക്രട്ടറി ആരാണ്? നമ്മുടെ കേരള നിയമസഭയുടെ സെക്രട്ടറി, കേരള നിയമസഭയുടെ സെക്രട്ടറി ആരാണ്? N കൃഷ്ണകുമാർ ആണ് കേട്ടോ. N കൃഷ്ണകുമാർ. ഓക്കെ ആണല്ലോ. നമ്മുടെ കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ആരാണ്? കേന്ദ്രത്തിൽ നമുക്ക് വരാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ മാത്രമാണ് പറയുന്നുള്ളൂ. കേന്ദ്രത്തിലെ ആരോഗ്യമന്ത്രി ആരാണ്? കിട്ടുന്നുണ്ട്? ആൻസർ കിട്ടുന്നുണ്ടോ? നദ്ദ അല്ലെ. നദ്ദ JP നദ്ദ. എന്താണ്? കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. കേരള നിയമസഭയിലെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ N കൃഷ്ണകുമാർ ആണ്. ഇപ്പോഴത്തെ പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ആരാണ്? SC ST വികസന വകുപ്പ് മന്ത്രി ആരാണ്? OR കേളു ആണ് കേട്ടോ. OR കേളു. ഏത് മണ്ഡലമാണ്? അദ്ദേഹം ഏത് മണ്ഡലമാണ്? ചോദിച്ച ക്വസ്റ്റ്യൻ ആണിത്. മാനന്തവാടിയാണ് കേട്ടോ. മാനന്തവാടി. പഠിച്ചല്ലോ. മാനന്തവാടി. SC ST വികസന വകുപ്പിന്റെ ഇപ്പോഴത്തെ മന്ത്രി ആരാന്ന് ചോദിച്ചാൽ OR കേളു ആണ്. മാനന്തവാടി മണ്ഡലം. അവിടെ സുൽത്താൻ ബത്തേരി എന്നൊക്കെ വരും, അപ്പൊ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. മാനന്തവാടിയാണ് കേട്ടോ. കേന്ദ്രത്തെ ആരോഗ്യമന്ത്രി ആരാണ്? നദ്ദ. കേരള നിയമസഭയുടെ സെക്രട്ടറി ആരാണ്? N കൃഷ്ണകുമാർ. ഏപ്രിൽ 7 ലോക ആരോഗ്യ ദിനം. 2023 തീം എന്താണ്? എല്ലാവർക്കും ആരോഗ്യം. 2024 തീം എന്താണ്? എന്റെ ആരോഗ്യം എന്റെ അവകാശം. ഇനി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. 2023 തീം എന്താണ്? സൊല്യൂഷൻ ഓഫ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. 2024 ഇപ്രാവശ്യം
ഭൂമി പുനഃസ്ഥാപിക്കൽ, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം അല്ലേ. 2023 വേദി എവിടെയായിരുന്നു? പരിസ്ഥിതിദിനാഘോഷത്തിന്റെ വേദി ഐവറി കോസ്റ്റ്. 2024 എവിടെയാണ്? ഇപ്രാവശ്യം എവിടെയാണ്? സൗദി അറേബ്യ കേട്ടോ. ഇപ്പോഴത്തെ നിലവിലെ ലോകായുക്ത ആരാണ്? കേരളത്തിലെ ലോകായുക്ത നിലവിൽ ആരാണ് ലോകായുക്ത? ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് കേട്ടോ. ജസ്റ്റിസ് എൻ അനിൽകുമാർ ആണ് ഇപ്പോഴത്തെ ലോകായുക്ത. പഠിച്ചല്ലോ. 2024 50ാമത് G7 ഉച്ചകോടി നടന്നു. G7 ഉച്ചകോടി നടന്നു. G7 ഉച്ചകോടി നടന്നു. എത്രാമത്തെയാണ്? 50ാമത് G7 ഉച്ചകോടി 2024 നടന്നു. അത് എവിടെ വെച്ചിട്ടാണ്? ഇറ്റലിയിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇറ്റലിയിൽ വന്നു. മൂന്നാമതായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അധികാരത്തിൽ മൂന്നാമത്തെ പ്രാവശ്യം അധികാരത്തിലേറ്റു അല്ലെ, ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട്. അങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യമായിട്ട് അധികാരത്തിലേറിയ ശേഷം ആദ്യമായിട്ട് സന്ദർശനം നടത്തിയ വിദേശ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ ഇറ്റലിയാണ് കേട്ടോ. മൂന്നാം വട്ടവും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിട്ട് അധികാരത്തിലേറിയതിനു ശേഷം മോദിയുടെ ആദ്യത്തെ വിദേശ സന്ദർശനം എവിടേക്കാണ് ചോദിച്ചാൽ ഇറ്റലിയിലേക്കാണ് കേട്ടോ. 2024 50ാമത് G7 ഉച്ചകോടിക്ക് വേദി ഇറ്റലിയിലാണ്. ഇനി നമ്മുടെ ലോകമെമ്പാടും മലയാളികളുണ്ട് അല്ലെ. നമ്മുടെ കേരളത്തിൽ മാത്രമാണ് മലയാളികൾ അല്ല, ലോകമെമ്പാടും മലയാളികളുണ്ട് അല്ലെ. അപ്പൊ ഈ മലയാളികൾക്ക് എന്ത് ചെയ്യണം? അവർക്ക് തത്സമയമായിട്ട് വിവരങ്ങൾ എന്ത് ചെയ്യണം? വിവരശേഖരങ്ങൾ ലഭിക്കണം അല്ലെ. അപ്പോൾ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ തത്സമയ വിവരശേഖരം ലക്ഷ്യമാക്കിയിട്ടുള്ള പോർട്ടലിന്റെ പേരാണ് ലോക കേരളം കേട്ടോ. ലോക കേരളം. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ CM ആണ്, മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ലോക കേരളം എന്ന പോർട്ടല് എന്ത് ചെയ്തത്? ഉദ്ഘാടനം ചെയ്തത്. എന്തിനാണ് ലോക കേരളം പറയുന്നത്? ലോകമെമ്പാടുമുള്ള മലയാളികളുടെ തത്സമയ വിവരശേഖരണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് ഏത്? ലോക കേരളം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഇനി നമ്മുടെ കേരളത്തില് GI ടാഗ് ലഭിച്ചു ഒരു വന ഉൽപ്പന്നത്തിന്. GI ടാഗ് ലഭിച്ച വന ഉൽപ്പന്നം ഏതാണ്? നമ്മുടെ GI ടാഗ് ലഭിച്ച കേരളത്തിൽ നിന്നുള്ള വന ഉൽപ്പന്നം ഏതാണ്? നിലമ്പൂർ തേക്കിനാണ് കേട്ടോ. നിലമ്പൂർ തേക്കിന് എന്ത് ലഭിച്ചു? GI ടാഗ് ലഭിച്ചു. പഠിച്ചു വെക്കണം കേട്ടോ. ഇനി നമ്മുടെ ISROയുടെ പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം, അതായത് ഒരിക്കൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ വീണ്ടും ആ വാഹനത്തെ എന്ത് ചെയ്യാം? പുനരുപയോഗിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ള വിക്ഷേപണ വാഹനം ഏതാണ്? ISROയുടെ പുനരുപയോഗ വിക്ഷേപണ വാഹനം ഏതാണ്? വിക്ഷേപണ വാഹനം കിട്ടുന്നുണ്ടോ? പുഷ്പക് കേട്ടോ. പുഷ്പക്കാണ്. പുഷ്പക്. ഓക്കെ, വിക്ഷേപണ വാഹനം. പഠിച്ചല്ലോ. അപ്പൊ ഇവിടെ എന്ത് പഠിച്ചു? 2024 50ാമത് G7 ഉച്ചകോടിക്ക് വേദി ഇറ്റലിയാണ്. പിന്നെ ലോക കേരളം അല്ലേ. നമ്മുടെ ലോകമെമ്പാടുമുള്ള കേരള മലയാളികളുടെ തത്സമയ വിവരശേഖരണം ലക്ഷ്യമാക്കിയിട്ടുള്ള പോർട്ടലാണ് ലോക കേരളം. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. നമ്മുടെ കേരളത്തിലെ ഒരു വന ഉൽപ്പന്നത്തിന് GI ടാഗ് ലഭിച്ചു. നിലമ്പൂർ തേക്കിനാണ് അത് ലഭിച്ചത്. ISROയുടെ പുനരുപയോഗിക്കാൻ പറ്റുന്ന വിക്ഷേപണ വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പുഷ്പക് ആണ് അല്ലേ. ഏതാണ്? പുഷ്പക്. ഇപ്പൊ നമുക്ക് നമ്മുടെ നിയമസഭയിലൊക്കെ സത്യപ്രതിജ്ഞ ചെയ്യുക നമ്മൾ പറയുന്നത് അല്ലേ. മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു, മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് പറയുന്നില്ലേ. ആ സത്യപ്രതിജ്ഞയ്ക്ക് പകരം ഇപ്പൊ വേറെ വാക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ സത്യപ്രതിജ്ഞ എന്ന പദമല്ല ഉപയോഗിക്കുന്നത്, അതിന് പകരം ശപഥം. എന്താണ്? ശപഥം അല്ലെങ്കിൽ ശപഥം ഓർ എന്താണ്? പ്രതിജ്ഞ കേട്ടോ. ശപഥം അല്ലെങ്കിൽ പ്രതിജ്ഞ. ശപഥം അല്ലെങ്കിൽ പ്രതിജ്ഞ എന്ന വാക്കാണ് ഏതിന് ഉപയോഗിക്കുന്നത്? സത്യപ്രതിജ്ഞ എന്ന വാക്കിന് പകരം ഉപയോഗിക്കുന്നത്. എവിടെ? നിയമസഭയിൽ കേട്ടോ. ഇനി നമുക്കറിയാം യുനെസ്കോ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഏത് ജില്ലയാണ്? യുനെസ്കോ സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിച്ചത് സാഹിത്യ നഗരം ഏതിനെയാണ്? കോഴിക്കോട് ജില്ലയാണ് അല്ലെ. കോഴിക്കോട് ജില്ലയാണ് യുനെസ്കോ എന്ത് ചെയ്തത്? സാഹിത്യ നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത് അല്ലെ. അപ്പൊ ഇത് പ്രീവിയസ് ആണ്, വെരി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ കോഴിക്കോട്. അപ്പോ ഈ ഉദ്ഘാടന ചടങ്ങിൽ അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട ചടങ്ങില് കോഴിക്കോട് കോർപ്പറേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വജ്ര ജൂബിലി പുരസ്കാരം ഒരാൾക്ക് നൽകിയിട്ടുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ തന്നെ ഒരു വജ്ര ജൂബിലി പുരസ്കാരം നൽകി. ആർക്കാണെന്നറിയോ? നമ്മുടെ അന്തരിച്ച MT വാസുദേവൻ നായർക്ക് കേട്ടോ. വാസുദേവൻ നായർക്ക് അല്ലെ. MT വാസുദേവൻ നായർക്കാണ് എന്ത് ചെയ്തത്? വജ്ര ജൂബിലി പുരസ്കാരം ലഭിച്ചത്. ഇനി മദർ മേരി കംസ് ടു മീ. ഇത് ആരുടെ ബുക്കാണ്? മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകം ആരുടേതാണ്? അരുന്ധതി റോയുടേതാണ് കേട്ടോ. അരുന്ധതി റോയ് ആണ്. ഇനി 2025 അടുത്ത വർഷം പുരുഷ ഹോക്കി ജൂനിയർ
പുരുഷന്മാരുടെ ഹോക്കിയില് ജൂനിയർ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ജൂനിയർ ലോകകപ്പ് വേദി എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. അടുത്ത വർഷം പുരുഷ ഹോക്കി ജൂനിയർ ലോകകപ്പിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ്. ഇനി നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ ബ്രെയിലി കവിതാ സമാഹാരം ഏതാണ് ബ്രെയിലി കവിതാ സമാഹാരം? പിന്നിട്ട വഴികളും വരികളും ട്ടോ. പിന്നിട്ട വരികളും ഇതാണ് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ ബ്രെയിലി കവിതാ സമാഹാരം എന്ന് പറയുന്നത് കേട്ടോ. ഇനി 2024 75ാമത് വാർഷികം ആഘോഷിച്ച ജില്ലകൾ ഏതൊക്കെയാണ്? കാരണം 1949 ഇവ രൂപം കൊണ്ടത്. ഏതൊക്കെയാണ്? 1 തിരുവനന്തപുരം, 2 കോട്ടയം, 3 തൃശ്ശൂർ കേട്ടോ. ഈ 3 ജില്ലകളാണ് 2024 75ാമത് വാർഷികം ആഘോഷിച്ചത്. മറക്കരുത് കേട്ടോ. ഇനി നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റ് ഉണ്ട് അല്ലേ? നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റില് ആദ്യത്തെ വനിതാ ധനമന്ത്രി ആരാണ്? നമ്മുടെ ബ്രിട്ടീഷ് പാർലമെന്റില് ആദ്യമായിട്ടാണ് ഒരു വനിത എന്ത് ചെയ്യുന്നത്? ധനമന്ത്രി ആകുന്നത്. ആരാണത്? റേച്ചൽ റീവ്സ് കേട്ടോ. റേച്ചൽ റീവ്സ് ആണ്. പിന്നെ അതേപോലെ ഈ ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ്? ഇതൊക്കെ ഇപ്പൊ ഈ കറണ്ട് അഫെയറിൽ വരുന്നതാണ്. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കുക ആദ്യ മലയാളി, അദ്ദേഹം കോട്ടയംകാരനാണ് കേട്ടോ. കോട്ടയംകാരാണ്. സോജൻ ജോസഫ് ആണ് മലയാളിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. മറക്കരുത്. റൊസാരിറ്റ എന്ന നോവൽ ആരുടേതാണ്? റൊസാരിറ്റ എന്ന നോവൽ ആരാണ് രചിച്ചത്? അനിത ദേശായി ആണ് റൊസാരിറ്റ എന്ന നോവല് രചിച്ചത്. നമ്മുടെ 2024 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? കല്ലായിപ്പുഴയാണ് കേട്ടോ. കല്ലായിപ്പുഴ, കോഴിക്കോടിലെ കല്ലായിപ്പുഴയാണ് കേന്ദ്ര മലിനീകരണ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ നദി. ഏതാണ്? കല്ലായിപ്പുഴ. സെക്കൻഡ് ഏതാണ്? കരമനയാറാണ്. കരമനയാറ് തിരുവനന്തപുരം, ഇതെവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ. കല്ലായിപ്പുഴ കോഴിക്കോട്. മൂന്നാമത് മണിമലയാർ പത്തനംതിട്ട. ഓക്കെ. ഫസ്റ്റ് കേന്ദ്ര മലിനീകരണ നിയന്ത്രണ റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഫസ്റ്റ് ഏത് വരും? കല്ലായിപ്പുഴ, കരമനയാറ്, തിരുവനന്തപുരം, മണിമലയാറ് 3ാം സ്ഥാനത്ത് വരുന്നുണ്ട് കേട്ടോ മലിനീകരണത്തില്. ക്ഷയരോഗ നിർമ്മാർജ്ജനം, അത് ഒരു യജ്ഞം ഉണ്ടായിരുന്നു. ക്ഷയരോഗം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞം ഉണ്ടായിരുന്നു. അതിന്റെ മുഖ്യ ഉപദേഷ്ടാവ് ആരാണ്? സൗമ്യ സ്വാമിനാഥൻ ആണ് കേട്ടോ. സൗമ്യ സ്വാമിനാഥൻ ക്ഷയരോഗ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ മുഖ്യ ഉപദേഷ്ടാവ്. പഠിച്ചോണം കേട്ടോ. 2026 ഏഷ്യൻ ഗെയിംസ് നടക്കുകയാണ് അല്ലെ? 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനം ഏതാണ്? 2026 ഏഷ്യൻ ഗെയിംസിൽ പ്രദർശന ഇനമായിട്ട് ഉൾപ്പെടുത്താൻ തീരുമാനിച്ച കായിക ഇനമാണ് യോഗയാണ് കേട്ടോ. കായിക ഇനമായിട്ട് ഉൾപ്പെടുത്താൻ യോഗയാണ്. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ ടോൾ ഫ്രീ ആണ് ഏത്? ദേശീയ മയക്കുമരുന്ന് ടോൾ ഫ്രീ നമ്പർ ഏതാന്ന് ചോദിച്ചാൽ ദേശീയ മയക്കുമരുന്ന് കേട്ടോ. ദേശീയ മയക്കുമരുന്ന് ടോൾ ഫ്രീ നമ്പർ എത്രയാണ്? 1933 ആണ് കേട്ടോ. അതിന്റെ പേരാണ് മാനസ് എന്ന് പറയും കേട്ടോ. മാനസ് നമ്പർ എത്രയാണ്? 1933. ഭരണഘടനാ ഹത്യ ദിനം എന്നാണ്? ഭരണഘടനാ ഹത്യ അല്ലെ? ഹത്യാദിനം എന്നാണ്. ഭരണഘടനാ ഹത്യാദിനം എന്നാണ്? ജൂൺ മാസം 25 കേട്ടോ. ജൂൺ 25 ഭരണഘടനാ ഹത്യ ദിനമായിട്ട് വിളിക്കുന്നത്. നമ്മുടെ MT വാസുദേവൻ നായരുടെ 9 തിരക്കഥകൾ എല്ലാം കൂടിയിട്ട് എന്ത് ചെയ്തു? ഒരുമിപ്പിച്ചിട്ട് ഒരു ദൃശ്യാവിഷ്കാരം നടത്തി. നമ്മുടെ MT വാസുദേവൻ നായരുടെ 9 തിരക്കഥകളുടെ ദൃശ്യാവിഷ്കാരത്തിന്റെ ഒരു പേരെന്താണ്? മനോരഥം എന്നാണ് കേട്ടോ. ഏതാണ്? മനോരഥം. ഇനി കൂടുതൽ കാലം നമ്മുടെ കേരളത്തില് തുടർച്ചയായിട്ട് എന്ത് ചെയ്തു? മന്ത്രിസ്ഥാനം
തുടർച്ചയായിട്ട് മന്ത്രിസ്ഥാനം വഹിച്ച വ്യക്തി എന്ന്. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മന്ത്രിസ്ഥാനം പദവി വഹിച്ച വ്യക്തി ആരാണ് സ്വന്തമാക്കിയത്? ആരാണ്? AK ശശീന്ദ്രനാണ് കേട്ടോ. AK ശശീന്ദ്രനാണ് തുടർച്ചയായിട്ട് കൂടുതൽ കാലം മന്ത്രിസ്ഥാനം പദവി വഹിച്ച വ്യക്തി AK ശശീന്ദ്രൻ. നമ്മുടെ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? കൈലാഷ് നാഥനാണ്. ആരാണ്? കൈലാഷ് നാഥനാണ് പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ ആരാണ്? മനോജ് സിൻഹ. ആരാണ്? മനോജ് സിൻഹ. എങ്കിൽ ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ. പഠിച്ചല്ലോ. ഇനി നമ്മുടെ ഡൽഹിയുടെ പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ്? ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തത് അതിഷി മർലേന. അതിഷി മർലേന. അപ്പൊ പുതുച്ചേരി ലഫ്റ്റനന്റ് ഗവർണർ കൈലാഷ് നാഥൻ, ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, ഡൽഹി മുഖ്യമന്ത്രി അതിഷി മർലേന. ആരാണ്? അതിഷി മർലേന. നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആരാണ്? നാറ്റോ സെക്രട്ടറി ജനറൽ ആര്? മാർക്ക് റൂട്ടെയാണ് കേട്ടോ. ആരാണ്? മാർക്ക് റൂട്ടെ ആണ് നാറ്റോയുടെ സെക്രട്ടറി ജനറൽ ആയിട്ട്. 2024 ജൂലൈ 30-നാണ്. മാസവും ഡേറ്റ് നോക്കിക്കോ. ജൂലൈ 30-നാണ് ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം എവിടെ ഉണ്ടായത്? നമ്മുടെ വയനാട് ഉണ്ടായത്. അത് ഏത് പ്രദേശമാണിത്? മുണ്ടക്കൈയും ചൂരൽമലയും കേട്ടോ. 2024 ജൂലൈ 30 മറക്കരുത്. ഇനി നമ്മുടെ കോടതി നടപടികൾ, കോടതിയിൽ എന്ത് ചെയ്യും? ഒരു നടപടിക്രമങ്ങൾ നടക്കുന്നുണ്ടാവും അല്ലെ? അപ്പോ ആ കോടതി നടപടികളുടെ ലൈവ് സ്ട്രീമിങ്ങിനായിട്ട്, എങ്ങനെയാണ് ലൈവ് സ്ട്രീമിങ്ങിനായിട്ട് കാര്യങ്ങളൊക്കെ എന്തായാലും ലൈവായിട്ട് അല്ലെ സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം വികസിപ്പിച്ച ഹൈക്കോടതി ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരള ഹൈക്കോർട്ടാണ് കേട്ടോ. നമ്മുടെ കേരള ഹൈക്കോർട്ടാണ് എന്ത് ചെയ്തത്? കോടതി നടപടികളുടെ ലൈവ് സ്ട്രീമിങ്ങിനായിട്ട് സ്വന്തമായിട്ട് പ്ലാറ്റ്ഫോം വികസിപ്പിച്ചത്. ഇനി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യം ഏതാണ്? മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ISROയുടെ ദൗത്യമാണ് ഗഗൻയാൻ അല്ലെ? ആരാണ്? ഏതാണ്? ഗഗൻയാൻ. ഈ ദൗത്യത്തിൽ ഉൾപ്പെട്ട മലയാളി ആരാണ്? പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അല്ലെ? പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് ഇതിൽ ഉൾപ്പെട്ട മലയാളി എന്ന് പറയുന്നത്, മറക്കരുത്. ഇനി ഈ ഗഗൻയാൻ ദൗത്യത്തിൽ ഉൾപ്പെട്ടവർക്ക് പരിശീലനം നൽകിയ രാജ്യം ഏതാണെന്നറിയോ? ഗഗൻയാൻ ദൗത്യമായിട്ട് പോകണല്ലേ, അതിലും ഉൾപ്പെട്ട മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണ എന്ന് പറഞ്ഞു. അപ്പോ അതില് എത്ര പേരുണ്ട്? മൊത്തം 4 അംഗങ്ങൾ അല്ലെ? 4 അംഗ പേരാണ്. ഇവർക്ക് പരിശീലനം നൽകിയ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് റഷ്യയാണ് കേട്ടോ. റഷ്യ ആണ്, മറക്കരുത്. ഇനി നമ്മുടെ മൂങ്ങ എന്ന കഥാസമാഹാരം ആരുടേതാണ്? മൂങ്ങ എന്ന കഥാസമാഹാരം ആരുടേതാണ്? PF മാത്യൂസിൻ്റെതാണ് കേട്ടോ. PF മാത്യൂസിൻ്റെതാണ് മൂങ്ങ എന്ന കവിതാ സമാഹാരം. ഇനി 2025 നമ്മുടെ അടുത്ത വർഷം നടക്കാനിരിക്കുന്ന പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് എവിടെയാണ് വേദി? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയൊക്കെ വരുന്ന സമയത്ത് അവരെപ്പോഴും ചോദിക്കാറുണ്ട് 2025 പുരുഷ ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ വേദി എവിടെയാണ്? ഇന്ത്യയിലാണ് കേട്ടോ. ഇനി നമുക്കറിയാം ബംഗ്ലാദേശിൽ അല്ലെ ഒരു ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് ആരാണ്? മുഹമ്മദ് യൂനൂസ് ആണ് അല്ലെ? ഷെയ്ഖ് ഹസീന എന്ത് ചെയ്തു? രാജിവെച്ചു അല്ലെ? ഷെയ്ഖ് ഹസീന രാജിവെച്ചു ബംഗ്ലാദേശിൽ നിന്ന് തർക്കങ്ങളൊക്കെ വന്ന സമയത്ത്. അപ്പോ ഇടക്കാല സർക്കാരിനെ നയിച്ചത് ആരാണ്? മുഹമ്മദ് യൂനൂസ് ആണ് കേട്ടോ, മറക്കരുത്. മുഹമ്മദ് യൂനൂസ്. ഫിജി സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി ആര്? ഫിജി എന്ന രാജ്യം സന്ദർശിച്ച ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ആണ് കേട്ടോ. ഫിജി സന്ദർശിച്ച ആദ്യത്തെ രാഷ്ട്രപതി. വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത് എപ്പോഴാണ്? 2024 ഓഗസ്റ്റ് മാസം 8-നാണ് വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് കേട്ടോ. ഇനി നമുക്കറിയാം ആരോഗ്യ വകുപ്പിന്റെ ഒരു പദ്ധതിയാണ് ആർദ്ര കേരളം അല്ലെ? ആർദ്രം മിഷൻ നമുക്ക് കേട്ടിട്ടുണ്ട് അല്ലെ? ആ ആർദ്രം കേരള പുരസ്കാരങ്ങളില് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് എറണാകുളത്തെ
എറണാകുളത്തെ മണീഡ് ഗ്രാമപഞ്ചായത്തിനാണ് 2023 ആരോഗ്യ വകുപ്പിന്റെ ആർദ്ര കേരളം പുരസ്കാരങ്ങളില് മികച്ച ഗ്രാമപഞ്ചായത്തായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് കേട്ടോ. നമ്മുടെ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് രാജ്യത്തെ പരമോന്നത സിവിലിയൻ ബഹുമതി സമ്മാനിച്ച ആരാണ്? തിമോർ ലെസ്രയാണ്. ആരാണ്? തിമോർ ലെസ്രെ കേട്ടോ. തിമോർ ലെസ്രെ. പരമോന്നത സിവിലിയൻ ബഹുമതി ആർക്ക് ലഭിച്ചത്? രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് സമ്മാനിച്ചത് ആരാണ്? തിമോർ ലെസ്രയാണ് കേട്ടോ. ഇനി 2024 ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. കാരണം അത് സാമ്പത്തിക ഇടപാടാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ആരായിരിക്കും? നിർമ്മല സീതാരാമനാണ് എന്ത് ചെയ്തത്? ബാങ്കിംഗ് നിയമ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് കേട്ടോ. ഇനി നമ്മൾ റംസാർ പട്ടിക നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ഈ റംസാർ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് നാഗി, നക്തി. എന്താണ്? നാഗി, നക്തി എന്നീ പക്ഷി സങ്കേതങ്ങൾ. നാഗി, നക്തി എന്ന പക്ഷി സങ്കേതങ്ങൾ റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടു. ഈ നാഗി, നക്തി പക്ഷി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഏത് സംസ്ഥാനത്തിലാണ്? ബീഹാറിലാണ് കേട്ടോ. ബീഹാർ. നാഗി, നക്തി പക്ഷി സങ്കേതങ്ങള് റംസാർ സൈറ്റിൽ ഉൾപ്പെട്ടു. അതെവിടെയാണ്? ബീഹാർ. ഇന്ത്യയിൽ നിലവിൽ എത്ര റംസാർ സൈറ്റുകൾ ഉണ്ട്? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോ എത്ര നിലവിൽ റംസാർ സൈറ്റുകൾ ഉണ്ട്? 85 കേട്ടോ. 85 റംസാർ സൈറ്റുകളാണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നാഗിയും നക്തിയും അല്ലെ ബീഹാറിൽ. അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ തമിഴ്നാട്ടില് നഞ്ചരായൻ പക്ഷി സങ്കേതവും, തമിഴ്നാട്ടില് കേട്ടോ, തമിഴ്നാട്ടില് നഞ്ചരായൻ പക്ഷി സങ്കേതവും അതുപോലെ തന്നെ കഴുവേലി പക്ഷി സങ്കേതവും. നഞ്ചരായൻ, കഴുവേലി പക്ഷി സങ്കേതം. മധ്യപ്രദേശില് തവ റിസർവോയർ, തമിഴ്നാട്ടില് തവ റിസർവോയർ. ഇതും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നാണ്? കറണ്ട് അഫെയറിൽ പഠിക്കാനുള്ളതാണ്. 2024 നമ്മൾ സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ചിട്ട് എന്ത് ചെയ്തതാണ്? റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയതാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റംസാർ സൈറ്റ് ഉള്ളത്. ഈ 85 ഏറ്റവും കൂടുതൽ എവിടെയാണ്? തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്ടിലാണ്. പഠിച്ചു വെക്കുക. എത്ര എണ്ണം ഉണ്ടെന്നറിയോ? 18 ഉണ്ട്. തമിഴ്നാട്ടിലാണ് 18. രണ്ടാം സ്ഥാനത്ത് ഉത്തർപ്രദേശാണ് 10. പഠിച്ചു വെക്കുക. ഇനി നമ്മുടെ നരേന്ദ്രമോദി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? തറക്കല്ലിട്ടിട്ടുണ്ടായിരുന്നു. ഏതിനറിയോ? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ തുറമുഖ പദ്ധതിക്ക് നരേന്ദ്രമോദി തറക്കല്ലിട്ടു. ഏതാണ് തുറമുഖത്തിന്റെ പേര്? വാധ്വാൻ തുറമുഖം. ഏതാണ്? വാധ്വാൻ തുറമുഖം. പഠിച്ചു വെക്കണം. വാധ്വാൻ തുറമുഖം കേട്ടോ. സാക്ഷി മാലിക്കിന്റെ ആത്മകഥ എന്താണ്? സാക്ഷി മാലിക്, ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥ വിറ്റ്നസ് കേട്ടോ. വിറ്റ്നസ്. സാക്ഷി മാലിക്കിന്റെ ആത്മകഥ വിറ്റ്നസ്. പഠിച്ചു വെക്കുക. നമ്മുടെ കേരളത്തില് ആദ്യമായിട്ട് ഓപ്പൺ ബുക്ക് പരീക്ഷ, ബുക്കുകൾ തുറന്നു വെച്ചിട്ടേ ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയത് ഏത് സർവകലാശാലയാണ്? ശ്രീനാരായണ ഗുരു കേട്ടോ. ശ്രീനാരായണ ഗുരു സർവകലാശാല, ഓപ്പൺ സർവകലാശാലയാണ് ഓപ്പൺ ബുക്ക് പരീക്ഷ നടത്തിയിട്ടുള്ള ആദ്യത്തെ സർവകലാശാല. അത് മറക്കരുത്. ഇനി ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം. ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയ ഉദ്യാനത്തിനാണ് കേട്ടോ. ഇരവികുളം ദേശീയ ഉദ്യാനമാണ് ഏഷ്യയിലെ ആദ്യത്തെ കാർബൺ നെഗറ്റീവ് ദേശീയ ഉദ്യാനം. ഇനി നമ്മൾ നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോയ്ക്ക് നൽകപ്പെട്ട പേര്. ഇന്ത്യയിലെ ആദ്യ മെട്രോയ്ക്ക് നൽകപ്പെട്ട പേര് എന്താണ്? നമോ ഭാരത് റാപ്പിഡ് റെയിൽ കേട്ടോ. നമോ ഭാരത് റാപ്പിഡ് റെയിൽ. നമ്മുടെ കേരള നിയമസഭ 5 നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 5 ബില്ലുകൾ കേട്ടോ. 5 ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് ഗവർണർ എന്ത് ചെയ്തു? ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 പുതിയ ബില്ലുകൾ നിയമസഭ പാസ്സാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് 5 നിയമ ബില്ലുകള്? 1 ഭൂപതിവ് കേട്ടോ. 1 ഭൂപതിവ് ബില്ല്. 2 അബ്കാരി നിയമം.
2 അബ്കാരി ബില്ല്, 3 സഹകരണ സംഘം, 4 നെൽവയൽ തണ്ണീർത്തടം, നെൽവയൽ തണ്ണീർത്തട ബില്ല്, പിന്നെ 5 ക്ഷീര കർഷക ക്ഷേമനിധി, ക്ഷീര കർഷക ക്ഷേമനിധി ബില്ല് കേട്ടോ, അത് പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ 2024 ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേട്ടോ, 2024 ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ കേരളത്തിന്റെ സ്ഥാനം, ഭക്ഷ്യസുരക്ഷാ സൂചിക കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 1 കേട്ടോ. 1ാം സ്ഥാനത്താണ് നമ്മുടെ കേരളം. 1ാം സ്ഥാനത്താണ് കേരളം. തുടർച്ചയായിട്ട് 2ാമത്തെ വർഷമാണ് കേരളം എന്ത് ചെയ്യുന്നത്? 1ാമത് എത്തുന്നത്. ആംബുലൻസ് താരിഫ് പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ആംബുലൻസ് താരിഫ് പ്രഖ്യാപിക്കുന്ന ആദ്യത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇപ്പൊ പൗരത്വ നിയമം നമുക്കറിയാം, നമ്മൾ പഠിക്കാറുണ്ട്. പൗരത്വ നിയമത്തെ കുറിച്ച് പഠിക്കേണ്ടത്, അതിൽ ഏത് വകുപ്പിനാണ് ഭരണഘടനാ സാധുത സുപ്രീം കോടതി ഭൂരിപക്ഷ വിധിയിലൂടെ എന്ത് ചെയ്തു? സുപ്രീം കോടതി എന്ത് ചെയ്തു? ശരിവെച്ചു. ഏതാണ്? പൗരത്വ നിയമത്തിലെ ഏത് വകുപ്പിലാണ് സുപ്രീം കോടതി ശരിവെച്ചത്? വകുപ്പ് 6A ആണ് കേട്ടോ. വകുപ്പ് 6A സുപ്രീം കോടതി ശരിവെച്ചത്. അതുപോലെ ഈ പോക്സോ നിയമം ഉണ്ടല്ലോ, പോക്സോ നിയമത്തില് ഏത് വാക്കിനാണ് വിലക്ക് ഏർപ്പെടുത്തിയത്? പോക്സോ നിയമത്തിലെ ഏത് വാക്കിനാണ് സുപ്രീം കോടതി വിലക്ക് ഏർപ്പെടുത്തിയത്? ചൈൽഡ് പോണോഗ്രഫി ട്ടോ. ചൈൽഡ് പോണോഗ്രഫി എന്ന വാക്കിന് എന്ത് ചെയ്തു? വിലക്ക് ഏർപ്പെടുത്തി. അത് പഠിച്ചു വെക്കണം. ഇനി 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? 2024 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെ? മഹാരാഷ്ട്രയും ജാർഖണ്ഡും ട്ടോ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി ഇപ്പൊ ആരാണ്? ജാർഖണ്ഡിലെ നിലവിലെ മുഖ്യമന്ത്രി ആര്? ഹേമന്ത് സോറൻ ആണ് നിലവിലെ മുഖ്യമന്ത്രി. മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി ഇപ്പോ ആര്? കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് പുതിയത് കഴിഞ്ഞതുകൊണ്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ദേവേന്ദ്ര ഫട്നാവിസ് ആണ് ഇപ്പോ മഹാരാഷ്ട്രയിലെ മുഖ്യമന്ത്രി. പിന്നെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെയാണ്? പാലക്കാട്, ചേലക്കര, വയനാട്. ഈ 3 പാലക്കാട്, ചേലക്കര, വയനാട്ടിലാണ് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നത്. അത് മനസ്സിലാക്കണം. ഇനി റവന്യൂ രജിസ്ട്രേഷനും സർവേ വകുപ്പുകളിലെ വിവിധ സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കുന്ന പോർട്ടൽ ഏതാണ്? റവന്യൂ, അതുപോലെ റവന്യൂ രജിസ്ട്രേഷൻ, സർവേ വകുപ്പ്. ഇതിലേക്കുള്ള പോർട്ടൽ ഏതാണ്? എന്റെ ഭൂമി ട്ടോ. എന്റെ ഭൂമി. നെക്സ്റ്റ് 2023 ബ്രിക്സ് ഉച്ചകോടി എവിടെയായിരുന്നു? 2023 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? ബ്രിക്സ് ഉച്ചകോടി ജോഹന്നാസ്ബർഗ് കേട്ടോ. ജോഹന്നാസ്ബർഗിലാണ് 2023 ബ്രിക്സ് ഉച്ചകോടി. എങ്കിൽ 2024 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? ഇപ്രാവശ്യം എവിടെയാണ്? റഷ്യയിലെ കസാനിൽ കേട്ടോ. റഷ്യയിലെ എവിടെയാണ്? കസാൻ. റഷ്യയിലെ കസാനിലാണ്. 2025 ബ്രിക്സ് ഉച്ചകോടി എവിടെയാണ്? ബ്രസീല്. 2023 ജോഹന്നാസ്ബർഗ്, 2024 റഷ്യയിലെ കസാനില്, 2025 ബ്രസീലില് കേട്ടോ. 2025 ഇപ്പൊ ബ്രിക്സിലെ അംഗസംഖ്യ എത്രയാണ്? 9 ആണ് കേട്ടോ. ഇപ്പൊ ബ്രിക്സില് അംഗസംഖ്യ 9 ആണ്. ഏതൊക്കെ രാജ്യങ്ങൾ വരും? 1 ബ്രസീല്, 2 റഷ്യ, 3 ഇന്ത്യ, 4 ചൈന, 5 ദക്ഷിണാഫ്രിക്ക. അതിനു പുറമെ ഇപ്പൊ പുതിയതായിട്ട് വന്ന അംഗരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇറാൻ, പിന്നെ UAE, ഇറാൻ, UAE, എത്യോപ്യ, ഈജിപ്റ്റ്, കണ്ടോ. അപ്പൊ അങ്ങനെ 9 രാജ്യങ്ങളാണ് ഇപ്പോ ബ്രിക്സ് കൂട്ടായ്മയില് ഉള്ളത്.
നമ്മുടെ ഇന്ത്യയില് എല്ലായിടത്തും എന്ത് ചെയ്യണം? ഇന്റർനെറ്റ് കിട്ടണം അല്ലെ? ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയവിനിമയ ഉപഗ്രഹം ഏതാണ്? ജിസാറ്റ് 20 ആണ്. ജിസാറ്റ് 20 അല്ലെങ്കിൽ മറ്റൊരു പേര് ജിസാറ്റ് N2. ജിസാറ്റ് N2 ട്ടോ. ജിസാറ്റ് N2 ട്ടോ. ഇത് രണ്ടും മറക്കരുത്. ജിസാറ്റ് 20 അല്ലെങ്കിൽ ജിസാറ്റ് N2 ആണ് ഇന്ത്യയിൽ എല്ലായിടത്തും ഇന്റർനെറ്റ് ലഭ്യമാക്കാനുള്ള ബ്രോഡ്ബാൻഡ് ആശയ വിനിമയ ഉപഗ്രഹം. ഏതാണ്? റോക്കറ്റ് വിക്ഷേപിച്ചത് ഏതിലാണ്? ഫാൽക്കൺ 9 റോക്കറ്റിലാണ് വിക്ഷേപിച്ചത് കേട്ടോ. ഇനി നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം ഏതാണ്? നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കടൽപ്പാലം ഏതാണ്? 2024 ജനുവരി 12-ാം തീയതിയാണ് നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത്. ഏതാണ്? ശിവഡി നവസേവ അടൽ സേതു. ശിവഡി നവസേവ അടൽ സേതു ട്ടോ. അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരുണ്ട് അടൽ സേതു മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് പാലം. എത്രയാണ് ഇതിന്റെ നീളം? 21.8 കിലോമീറ്റർ കേട്ടോ. അതായത് മൊത്തം പറയുകയാണെങ്കിൽ 22 കിലോമീറ്റർ. ഫുൾ ആയിട്ട് പറയുകയാണെങ്കിൽ 22 കിലോമീറ്റർ കേട്ടോ. കടലിന് മുകളിലൂടെ ആണെങ്കിൽ 16.5 കിലോമീറ്റർ ആണ്. അതുപോലെ ഇതിന് സാമ്പത്തിക സഹായം നൽകിയത് ജപ്പാനാണ് കേട്ടോ. ഏറ്റവും വലിയ കടൽപ്പാലം ശിവഡി നവസേവ അടൽ സേതു ആണ്. 22 കിലോമീറ്റർ ആണ്. സാമ്പത്തിക സഹായം നൽകിയത് ജപ്പാനാണ്. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് പറഞ്ഞേ. 2024 ഭാരതരത്ന പുരസ്കാരം ലഭിച്ചത് ആർക്കൊക്കെയാണ്? ഒന്ന് MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന MS സ്വാമിനാഥൻ. അദ്ദേഹം അന്തരിച്ചു 2023 സെപ്റ്റംബർ 28 അദ്ദേഹം അന്തരിച്ചു അല്ലെ? അദ്ദേഹത്തിന് എന്ത് ചെയ്തു? മരണാനന്തരം ഭാരതരത്ന ലഭിച്ചു. ചരൺ സിംഗിന് 1 MS സ്വാമിനാഥന്, 2 ചരൺ സിംഗ് മരണാനന്തരം ചരൺ സിംഗിന് കിട്ടി. PV നരസിംഹറാവു അതും എന്ത് തന്നെയാണ്? മരണാനന്തരമാണ്. ഇനി കർപ്പൂരി ഠാക്കൂർ അതും എന്ത് തന്നെയാണ്? മരണാനന്തരമാണ്. ആരാണ് ഈ കർപ്പൂരി ഠാക്കൂർ? ബീഹാറിത്തെ മുൻ മുഖ്യമന്ത്രിയാണ് കേട്ടോ. മരണാനന്തരം കിട്ടി. LK അദ്വാനി എന്താണ് ഇദ്ദേഹത്തിന്റെ പ്രത്യേകത? ഭാരതരത്നം ലഭിച്ച 50-ാമത്തെ വ്യക്തി. ആരാന്ന് ചോദിച്ചാൽ LK അദ്വാനിയാണ്. അപ്പൊ ആർക്കൊക്കെയാണ് 2024 ഭാരതരത്നം ലഭിച്ചത്? MS സ്വാമിനാഥൻ, ചരൺ സിംഗ്, PV നരസിംഹറാവു, കർപ്പൂരി ഠാക്കൂർ, LK അദ്വാനി. ഇനി മനുഷ്യ മസ്തിഷ്കത്തെ കമ്പ്യൂട്ടർ അധിഷ്ഠിത ഉപകരണങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന്റെ വയർലെസ് സംവിധാനം ഏതാണ്? ന്യൂറാലിങ്ക് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ഫീ പുരസ്കാരമുണ്ട്. എന്താണ്? അതായത് ഫീ പറയുന്നത് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ. ഡെൻമാർക്ക് നൽകുന്ന ഒരു ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് കൊടുക്കുന്നതാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ. ഏത് ബീച്ചിനാണ് കിട്ടിയത്? കോഴിക്കോട് കാപ്പാട് ബീച്ചിനാണ് ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ചത് കേട്ടോ. ഇനി 2024 ഒക്ടോബർ മാസത്തിലുണ്ടല്ലോ കേന്ദ്ര സർക്കാർ ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയ ഭാഷകൾ അല്ലെങ്കിൽ ശ്രേഷ്ഠ ഭാഷാ പദവി അല്ലെങ്കിൽ ക്ലാസിക്കൽ. ഏതൊക്കെ ഭാഷകൾക്കാണ് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്? പഠിച്ചോളണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മറാഠി, ബംഗാളി, അസാമീസ്, പാലി, പ്രാകൃത്. ഓക്കെ. മറാഠി, ബംഗാളി, അസാമീസ്, പാലി, പ്രാകൃത് ഭാഷകളാണ്. ഇതോടുകൂടി ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിക്കുന്ന ഭാഷകളുടെ എണ്ണം 11. എത്രയാണ്? 11.
തമിഴിന് എപ്പോഴാണ് ലഭിച്ചത്? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമുക്ക് എപ്പോഴും പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. 2004 തമിഴിന് ലഭിച്ചത് അല്ലെ? സാൻസ്ക്രിറ്റിന് എപ്പോ ലഭിച്ചു? 2005 ലഭിച്ചു അല്ലെ? സാൻസ്ക്രിറ്റിന് 2005 ലഭിച്ചു. തെലുങ്ക് ഭാഷയ്ക്ക് എപ്പോ കിട്ടി? 2008 കിട്ടി അല്ലെ? കന്നഡയ്ക്ക് 2008. നമ്മുടെ മലയാളത്തിന് 2013 ഓഗസ്റ്റ് മാസം 8 കിട്ടി അല്ലെ? ഒഡിയ 2014. പഠിച്ചോ? തമിഴ്, സാൻസ്ക്രിറ്റ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഒഡിയ, മറാഠി, ബംഗാളി, അസമീസ്, പാലി, പ്രാകൃത. ടോട്ടൽ എത്ര? 11 കേട്ടോ. 11 ഭാഷകൾക്കാണ് ഇപ്പോൾ ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചിരിക്കുന്നത്. നമുക്ക് 2024 ലോകസഭാ ഇലക്ഷൻ നോക്കാം. 2024 ലോകസഭാ ഇലക്ഷനെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കണം. 7 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. എങ്ങനെയാണ്? 7 ഘട്ടങ്ങളിലായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത്. നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത് 2024 ഏപ്രിൽ മാസം 26 കേരളത്തിൽ എന്ത് ചെയ്തത്? നടന്നത് അല്ലെ? പിന്നെ നമുക്ക് എന്തൊക്കെയാണ് ഈ ലോകസഭാ ഇലക്ഷനുമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്? നമ്മുടെ ഈ ലോകസഭാ ഇലക്ഷനിൽ ആദ്യമായിട്ട് ഒരു ആദിവാസി വിഭാഗം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ആദിവാസി വിഭാഗങ്ങളെ എന്ത് ചെയ്യുന്നത്? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. അത് ഏത് ആദിവാസി വിഭാഗങ്ങളാണ്? ഷോംപെൻ ഷോംപെൻ എന്ന ആദിവാസി വിഭാഗമാണ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത് കേട്ടോ. അത് പഠിച്ചു വെക്കണം. ഇനി നമുക്ക് ഈ ലോകസഭ ഇലക്ഷനുമായിട്ട് പഠിക്കാൻ ഈ 3ാമത്തെ മന്ത്രിസഭയാണ് അല്ലെ? നമ്മുടെ ഏതാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അല്ലെ? നരേന്ദ്രമോദി അധികാരത്തിലേറുന്ന 3ാമത്തെ മന്ത്രിസഭയാണ് അല്ലെ? അതില് എത്ര പേരുണ്ട് വനിതാ മന്ത്രിമാരുടെ എണ്ണം? 2024 ജൂണില് സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ത്യൻ പ്രധാനമന്ത്രി 2024 ജൂണിൽ സത്യപ്രതിജ്ഞ ചെയ്തു. അതില് മൊത്തം വനിതാ മന്ത്രിമാര് ചോദ്യം വരും കേട്ടോ. വനിതാ മന്ത്രിമാര് എത്ര പേരാണ്? മൊത്തം വനിതാ മന്ത്രിമാര് 7 പേരാണ്. എന്നാൽ വനിതാ ക്യാബിനറ്റ് മന്ത്രിമാര് എത്ര പേരാണ്? 2 പേരാണ്. അതിൽ ഒന്ന് നിർമ്മല സീതാരാമൻ, അത് നമുക്കറിയാം ധനമന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. എങ്കിൽ 2ാമത്തെ ക്യാബിനറ്റ് മന്ത്രി ആരാണ്? അന്നപൂർണ ദേവിയാണ് കേട്ടോ. 2ാമത്തെ ക്യാബിനറ്റ് മന്ത്രിയാണ് അന്നപൂർണ ദേവിയാണ്. ഏത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വനിതാ ശിശു വികസന വകുപ്പ് കേട്ടോ. വനിതാ ശിശു വികസന വകുപ്പാണ്. ക്യാബിനറ്റ് മന്ത്രിമാര് 2 എണ്ണമാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി 18ാമത്തെ എത്രാമത്തെ ലോകസഭയാണ്? 18ാമത്തെ അല്ലെ? 18ാമത്തെ ലോകസഭയാണ്. ആകെ വനിതകളുടെ എണ്ണം ആ ലോകസഭയില് മൊത്തം വനിതകളുടെ എണ്ണം എത്രയാണ്? 75 കേട്ടോ. 18ാമത്തെ ലോകസഭയിലെ ടോട്ടൽ വനിതകളുടെ എണ്ണം ചോദിച്ചാൽ 75. അതിൽ വനിതാ മന്ത്രിമാരുടെ എണ്ണം എത്ര ചോദിച്ചാൽ 7. 2 പേരാണ് അതിൽ ക്യാബിനറ്റ് മന്ത്രിമാരുടെ എണ്ണം എന്ന് പഠിച്ചു വെക്കണം. നമ്മുടെ കേരളത്തിൽ നിന്ന് 2 പേർക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തില് 2 പേര്. ആരൊക്കെയാണ് കേരളത്തിൽ മന്ത്രിസ്ഥാനം ലഭിച്ച കേന്ദ്രമന്ത്രി പദം ലഭിച്ച 2 മലയാളികൾ ആരൊക്കെയാണ്? കേരളത്തിൽ നിന്നും ആരൊക്കെയാണ്? ഒന്ന് ജോർജ് കുര്യൻ അല്ലെ? 2 സുരേഷ് ഗോപി അല്ലെ? 2 സുരേഷ് ഗോപിയും. അത് പഠിച്ചു വെക്കണം. ഇനി 3ാം തവണയും അധികാരത്തിലേറിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച ആദ്യത്തെ വിദേശ രാജ്യം ഏതാണ്? നേരത്തെ പറഞ്ഞതാണ് ഇറ്റലിയാണ് കേട്ടോ. ഇറ്റലിയാണ്. പിന്നെ ഈ ലോക്സഭാ ഇലക്ഷനുമായിട്ട് പഠിക്കാനുള്ളതില് പ്രോട്ടേം സ്പീക്കർ 18ാമത്തെ ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ ആരാണ്? 18ാമത്തെ ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ ആര്? കിട്ടുന്നുണ്ടോ? ഭർതൃഹരി മെഹ്താബ് കേട്ടോ. പ്രോട്ടേം സ്പീക്കർ 18ാമത്തെ ലോക്സഭയുടെ പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്. ലോക്സഭയുടെ സ്പീക്കർ ആരാണ്? ഓം ബിർള. 18ാമത്തെ ലോക്സഭയുടെ സ്പീക്കർ ഓം ബിർള, പ്രോട്ടേം സ്പീക്കർ ഭർതൃഹരി മെഹ്താബ്. പഠിച്ചു വെക്കണം. ഇനി നമുക്ക് കേരള ബജറ്റ് 2024-25 നമ്മുടെ കേരളത്തിന്റെ ബജറ്റ് എന്തൊക്കെയാണ് ബജറ്റ്? ആരാണ് അവതരിപ്പിച്ചത്? ധനമന്ത്രി അല്ലെ? കെ.എൻ. ബാലഗോപാലനാണ് എന്ത് ചെയ്തത്?
ധനബില്ല് അവതരിപ്പിച്ചത്. പിന്നെന്താ നമുക്കതിൽ പഠിക്കാനുള്ളത്? എത്ര സമയം എടുത്തു? 2 ഹവറും 18 മിനിറ്റുമാണ് കേട്ടോ. 2 ഹവറും 18 മിനിറ്റും. ആ ബജറ്റ് പ്രസംഗത്തിന്റെ പുറംചട്ടയില് എന്തായിരുന്നു? അതിന്റെ ആമുഖത്തിൽ ആരംഭിക്കുന്ന വാക്ക് ഏതായിരുന്നു? ഭാരതത്തിലെ ജനങ്ങളായ നാം. ഭാരതത്തിലെ ജനങ്ങളായ നാം. ഇതാണ് ഇങ്ങനെ ആരംഭിക്കുന്ന ആണ് എന്ത് ചെയ്തത്? ആമുഖത്തിന്റെ ചിത്രമാണ് ബജറ്റ് പ്രസംഗത്തിന്റെ പുറംചട്ടയില് ചേർത്തത് കേട്ടോ. അതേപോലെ ബജറ്റ് പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയായിരുന്നു? ഇത് ബുക്കിന്റെ പുറംചട്ടയായിരുന്നു. ഭാരതത്തിലെ ജനങ്ങളെ നാം. പ്രസംഗം എങ്ങനെയാണ് ആരംഭിച്ചത്? 2024-25 കേരള ബജറ്റിന്റെ പ്രസംഗം ആരംഭിച്ചത് എങ്ങനെയാണ്? പറഞ്ഞത് ശ്രദ്ധിക്കുക. നമ്മുടെ കേരളത്തിലെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ്? കേരളത്തിലെ സമ്പദ്ഘടന ഒരു സൂര്യോദയ സമ്പദ്ഘടനയായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന പ്രസംഗത്തോട് കൂടിയിട്ടാണ് ബജറ്റ് എന്ത് ചെയ്തത്? ആരംഭിച്ചത് കേട്ടോ. അതുപോലെ മുഖ്യ ഇത് കൊടുത്തത്, ബജറ്റിന് കൂടുതൽ ഊന്നൽ കൊടുത്തത് ദരിദ്രർക്കും യുവജനങ്ങൾക്കും വനിതകൾക്കും കർഷകർക്കൊക്കെയാണ് കേട്ടോ. അതുപോലെ നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പ്രോസസർ ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? കൈരളിയാണ് കേട്ടോ. കൈരളിയാണ്. പിന്നെ കുറെ പദ്ധതികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതില് കൃഷി വകുപ്പ് ഒരു പദ്ധതി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് കേരള ബജറ്റിൽ കൊണ്ടുവന്നിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പദ്ധതികൾ നമുക്ക് പരിചയപ്പെടണം. വെരി ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 പഠിച്ചോ. കേര പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കേര പദ്ധതി കൊണ്ടുവന്നത്? കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ചിട്ട് കൃഷി നടത്തുന്നതിന് കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിനും വേണ്ടിയിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് സമർപ്പിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? കേര പദ്ധതി കേട്ടോ. കേര എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം കാർഷികമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ പദ്ധതി നോക്കാം. മാർഗദീപം പദ്ധതി. മാർഗദീപം ട്ടോ. എന്താണ് ഈ മാർഗദീപം? ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സർക്കാർ സ്കോളർഷിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് ആ പദ്ധതിയാണ് ഏത്? മാർഗദീപം പദ്ധതി. ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കുള്ള എന്താണ്? സ്കോളർഷിപ്പാണ് മാർഗദീപം. ഇനി കെ ലിഫ്റ്റ് പദ്ധതി. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിക്കുന്ന പദ്ധതിയാണ്. ഒരു വർഷം കൊണ്ട് 1 ഇയർ കൊണ്ട് എത്രയാണ്? 3 ലക്ഷം സ്ത്രീകൾക്ക് കേട്ടോ. 3 ലക്ഷം സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം? ഉപജീവന മാർഗം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ് കെ ലിഫ്റ്റ്. കെ ലിഫ്റ്റിന്റെ ഫുൾ ഫോം, കെ എന്ന് പറയുന്നത് കുടുംബശ്രീ കേട്ടോ. ലിഫ്റ്റിന്റെ ഫുൾ ഫോം ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ. അത് പഠിച്ചു വെക്കണം. അടുത്തത് 4ാമത്തെ പദ്ധതിയാണ് സ്കൂൾ ഹെൽത്ത് ആൻഡ് വെൽനസ് പ്രോഗ്രാം. എന്താണ്? സ്കൂൾ കുട്ടികളുടെ ആരോഗ്യ പരിരക്ഷ. അത് പിന്നെ ആ വാക്കിൽ തന്നെ നമുക്ക് എടുക്കാം. പിന്നെ വിഴിഞ്ഞം തുറമുഖത്തിന് ചൈനീസ് മാതൃകയിൽ സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണ് കൊണ്ടുവരും. വിഴിഞ്ഞം തുറമുഖത്തിൽ ഏത് മോഡലാണ്? ചൈനീസ് കേട്ടോ. ചൈനീസ് മാതൃകയില് സ്പെഷ്യൽ ഡെവലപ്മെന്റ് സോണ് കൊണ്ടുവരും. പിന്നെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ട് അറിയാലോ, തിരികെ സ്കൂളിൽ എന്ന പദ്ധതിക്ക് തുടക്കമായത് അവരെല്ലാം വീണ്ടും സ്കൂളിൽ കൂടിയിട്ട് ഒന്ന് യോജിക്കുന്നത് അല്ലെ. അതുപോലെ നമ്മുടെ വയോജനം കെയർ ഇക്കണോമി, അതായത് നമ്മുടെ കേരളത്തില് 20% ജനസംഖ്യ, ഇപ്പൊ 100% കണക്കാക്കുന്ന സമയത്ത് അതിൽ 20% പേരും എന്ത് ചെയ്യണം? വളരെ താമസിക്കാതെ തന്നെ 60 വയസ്സിന് മുകളിൽ പ്രായമാകാൻ പോകുന്നു കേട്ടോ. പിന്നെ ശിഖ മ്യൂസിയം വരാൻ പോകുന്നത് എവിടെയാണെന്നറിയോ? കോഴിക്കോട് സർവകലാശാലയില് ശിഖ മ്യൂസിയം നിലവിൽ വരും. പിന്നെ ആംനസ്റ്റി 2024 നികുതി കുടിശ്ശിക തിരിച്ചടയ്ക്കൽ പദ്ധതിയാണ് കേട്ടോ. നികുതി അടയ്ക്കാതെയൊക്കെ കെട്ടിട നികുതിയൊക്കെ ഉണ്ടാവുമല്ലോ, അത് നികുതി കുടിശ്ശിക തിരിച്ചടയ്ക്കൽ പദ്ധതിയാണ്. ഏത്? ആംനസ്റ്റി 2024. ഇനി അടുത്തത് ടൈഗർ
സഫാരി പാർക്ക് എവിടെ വരുന്നു? കോഴിക്കോട് പെരുവണ്ണാമൊഴിയിൽ കേട്ടോ. കോഴിക്കോട് പെരുവണ്ണാമൊഴിയില് ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരും. ഓക്കെ. പിന്നെ ഈ സംസ്ഥാനത്തെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം. നമ്മുടെ സംസ്ഥാനത്ത് നിയമസഭാ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ നയപ്രഖ്യാപനം നടത്തുന്ന ഗവർണർ ആര് എന്ന് ചോദിച്ചാൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. ആരിഫ് മുഹമ്മദ്. അപ്പൊ ഗവർണർ മാറിയില്ലേ? ഇന്നലെ മാറി. ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേരള ബജറ്റിനെ കുറിച്ചിട്ട് ഇനി നമുക്ക് കേന്ദ്ര ബജറ്റ് നോക്കാം. കേരള ബജറ്റ് നമ്മൾ പരിചയപ്പെട്ടു. കേന്ദ്ര ബജറ്റ് 2024-25 ഓരോരോ പോയിന്റ് ആയിട്ട് പഠിക്കാം. 2024 ഫെബ്രുവരി 1 അവതരിപ്പിച്ചു. ആരാണ് അവതരിപ്പിച്ചത്? നിർമ്മല സീതാരാമൻ. ആരാണ്? നിർമ്മല സീതാരാമൻ. ഓക്കെ ആണല്ലോ. ദൈർഘ്യം 56 മിനിറ്റ് ആണ്. എന്തായിരുന്നു ലക്ഷ്യം? ബജറ്റിന്റെ ലക്ഷ്യം എന്താണ്? വികസിത ഇന്ത്യ. വികസിത ഇന്ത്യ പഠിച്ചല്ലോ. ഇനി ഓരോരോ പരിപാടികൾ നമുക്ക് നോക്കാം. പ്രധാനമന്ത്രി മുദ്ര യോജന. പ്രധാനമന്ത്രി മുദ്ര യോജന എന്തിനാണ്? സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക്. സൂക്ഷ്മ ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയാണ് മുദ്ര യോജന. NPS വാത്സല്യ. എന്താണ് NPS വാത്സല്യ? നമ്മുടെ കേന്ദ്ര ബജറ്റില് മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. മൈനർ ആയിട്ടുള്ള കുട്ടികൾക്കുള്ള പെൻഷൻ പദ്ധതിയാണ് കേട്ടോ. പെൻഷൻ പദ്ധതിയാണ് NPS വാത്സല്യ. ഇനി പ്രധാനമന്ത്രി സൂര്യോദയ യോജന. സൂര്യോദയ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഒരു കോടി കുടുംബങ്ങൾക്ക് പുരപ്പുറ സൗരോർജ പദ്ധതി. പുരപ്പുറ സൗരോർജ സംവിധാനം ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് സൂര്യോദയ യോജന. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന എന്താണ്? പ്രതിമാസം 5 കിലോ അരി. പ്രതിമാസം 5 കിലോ അരി സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്നതാണ് ഗരീബ് കല്യാൺ. കല്യാൺ കേൾക്കുമ്പോൾ കല്യാണത്തിലേക്ക് പോകണ്ട കേട്ടോ. ഗരീബ് കല്യാൺ യോജന. ഇനി മത്സ്യ സമ്പത്ത് യോജന. അത് വാക്കിൽ തന്നെ കിട്ടും അല്ലെ? മത്സ്യ സമ്പത്ത് യോജന. മത്സ്യസമ്പത്ത് വർധനം ലക്ഷ്യമിട്ടിട്ടുള്ള പദ്ധതി. അടുത്തത് PM സ്വനിധി. PM സ്വനിധി എന്താണ്? കുടുംബശ്രീ മുഖേന നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക്, നഗരങ്ങളിൽ കേട്ടോ, ഗ്രാമങ്ങളിലല്ല, നഗരങ്ങളിലെ തെരുവ് കച്ചവടക്കാർക്ക് എന്താണ്? ഉപജീവന മാർഗം കണ്ടെത്താനായിട്ടുള്ള പദ്ധതിയാണ് PM സ്വനിധി. അവിടെ ഗ്രാമം എന്ന് തരുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ആകാൻ പാടില്ല. നഗരത്തിലുള്ള തെരുവ് കച്ചവടക്കാർക്കാണ് PM സ്വനിധി. അടുത്തത് PM ശ്രീ സ്കൂൾ. PM ശ്രീ സ്കൂൾ എന്താണ്? PM ശ്രീ സ്കൂള് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അല്ലെ? പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ. പുതിയ ദേശീയ വിദ്യാഭ്യാസത്തിന്റെ നയമായിട്ട് ആരംഭിച്ച പദ്ധതിയാണ് PM ശ്രീ സ്കൂൾ എന്ന് പറയുന്നത്. സമഗ്ര ശിക്ഷ അഭിയാനേക്കാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ, PM ശ്രീ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി ബ്ലൂ ഇക്കണോമി 2.0. ബ്ലൂ എന്ന് പറയുമ്പോൾ തന്നെ ജലത്തിന് ആലോചിക്കണം കേട്ടോ. കടൽ വിഭവങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് കേട്ടോ. കടൽ വിഭവ സംരക്ഷണം കേട്ടോ. അതാണ് ബ്ലൂ ഇക്കണോമി 2.0. ഇനി കിസാൻ സമ്മാൻ നിധി. കിസാൻ സമ്മാൻ നിധി അല്ലെങ്കിൽ PM കിസാൻ കേട്ടോ, അല്ലെങ്കിൽ PM കിസാൻ എന്താണ്? എന്തിനു വേണ്ടിയിട്ടുള്ളത്? ചെറുകിട നാമമാത്ര കർഷകർക്ക് ഉറപ്പായ വരുമാന പിന്തുണ നൽകുന്നതിനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ പദ്ധതിയാണ് കേട്ടോ. ചെറുകിട നാമമാത്ര കൃഷിക്കാർക്ക്, ചെറുകിട നാമമാത്ര കർഷകർക്ക് വേണ്ടിയിട്ടാണ് കിസാൻ സമ്മാൻ. ഇനി PM ജൻമൻ യോജന. ജൻമൻ യോജന എന്തിനാണ്? ഗോത്ര വിഭാഗങ്ങളുടെ വികസനം ലക്ഷ്യമിട്ടിട്ട് കേട്ടോ. ഗോത്ര വിഭാഗ ഉന്നമനം ലക്ഷ്യമിട്ടിട്ടാണ് ജൻമൻ യോജന. അടുത്തത് ലഖ്പതി ദീദി. ലഖ്പതി ദീദി അതായത് നമ്മുടെ സ്ത്രീകളെ, സ്വയം സഹായ സംഘങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള അവരുള്ള സ്ത്രീകളെ സഹായിക്കാനുള്ള പദ്ധതിയാണ് കേട്ടോ. സ്വയം സഹായ സംഘങ്ങളിലെ സ്ത്രീകളെ സഹായിക്കാനുള്ള പദ്ധതിയാണ് ലഖ്പതി
രീതി. അടുത്തത് യുവിൻ. എന്താണ് യുവിൻ? രാജ്യത്ത് നമുക്കറിയാം ഇന്ദ്രധനുഷ് വാക്സിൻ കുത്തിവെപ്പ് അല്ലെ, അതിന്റെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ് ഇന്ദ്രധനുഷ്. അപ്പൊ ഈ വാക്സിൻ കുത്തിവെപ്പ് എന്ത് ചെയ്യണം? ഏകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ കുത്തിവെപ്പ് എന്ത് ചെയ്യണം? ഏകോപിപ്പിക്കാനുള്ള പദ്ധതിയാണ് യുവിൻ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ നിർമ്മല സീതാരാമന്റെ തുടർച്ചയായിട്ടുള്ള എത്രാമത്തെ ബജറ്റാണെന്ന് അറിയോ ഇത്? തുടർച്ചയായിട്ട് ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ച നേട്ടത്തില് ആരാണ്? നിർമ്മല സീതാരാമൻ അല്ലേ. പിന്നെ നമുക്ക് കുറച്ച് പദ്ധതികളൊക്കെ നോക്കാം. മിഷൻ ഇന്ദ്രധനുഷ്. മിഷൻ ഇന്ദ്രധനുഷ് ഇത് ചോദിച്ചിട്ടുണ്ട്. 5.0 എത്തിട്ടോ. മിഷൻ ഇന്ദ്രധനുഷ് 5.0. കഴിഞ്ഞ ഒരു എക്സാമില് 2.0 3.0 എന്നൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. മിഷൻ ഇന്ദ്രധനുഷ് ഇപ്പോ 5.0ലാണ്. 5 വയസ്സ് വരെയുള്ള കുട്ടികളിൽ കേട്ടോ, 5 വയസ്സ് വരെയുള്ള കുട്ടികളിലും ഗർഭിണികളിലൊക്കെ പ്രതിരോധ കുത്തിവെപ്പ് നടക്കാനുള്ള പദ്ധതിയാണ് ഈ മിഷൻ ഇന്ദ്രധനുഷ് 5.0. ഈ അംഗനവാടികൾ വഴിയാണ് ഇതൊക്കെ നടത്തപ്പെടുന്നത്. അടുത്തത് ആയുഷ്മാൻ ഭാരത്. ആയുഷ്മാൻ ഭാരത് ലോകത്തിലെ ഏറ്റവും വലിയ എന്താണിത്? ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇത് ചോദിച്ചിട്ടുണ്ട്. എപ്പോഴാ വന്ന് എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ. 2018 സെപ്റ്റംബർ മാസം 23-നാണ് ആയുഷ്മാൻ ഭാരത് നിലവിൽ വന്നത് അല്ലെ. ഇപ്പോ ഈ ആയുഷ്മാൻ ഭാരത് വഴി എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോ 70 വയസ്സ് അല്ലെ, 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്? ആയുഷ്മാൻ ഭാരത് വഴി സൗജന്യ ചികിത്സ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ഒരു വർഷം എത്ര രൂപ വരെയാണ്? 5 ലക്ഷം കേട്ടോ, 5 ലക്ഷം വരെ. അതുപോലെ തന്നെ ഉഡാൻ പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉഡാൻ പദ്ധതി? ഉഡാന്റെ ഫുൾ ഫോം ഉദയദേശ് കാ ആം നാഗരിക് എന്നതാണ് കേട്ടോ. വിമാനയാത്ര താങ്ങാനാവുന്നതും ഇന്ത്യയിലെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതുമാണ് ഇന്ത്യയിലെ ലക്ഷ്യം കേട്ടോ. വിമാനയാത്ര താങ്ങാനാവുന്നതും ഉഡാൻ പദ്ധതി. അപ്പൊ വിമാന നിരക്കൊക്കെ അല്ലെ, ടിക്കറ്റ് നിരക്കൊക്കെ വർദ്ധിപ്പിച്ചു എന്നൊക്കെ ഒരു ഊഹമുണ്ട് അല്ലെ. ഊഹമല്ലാതെ ശരിയായ പ്രസ്താവനയാണ്. വിമാനയാത്ര കേട്ടോ, വിമാനയാത്ര താങ്ങാനാവുന്ന രീതിയിലും ഇന്ത്യയുടെ സാമ്പത്തിക വികസനം മെച്ചപ്പെടുത്തുന്നതിനുമാണ് എന്ത് ചെയ്യുന്നത്? ഉഡാൻ പദ്ധതി. ഇനി PM ഗതിശക്തി പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണ് PM ഗതിശക്തി പദ്ധതി? നമ്മുടെ രാജ്യത്ത് 1200-ലധികം വ്യവസായ മേഖലകളെ എന്ത് ചെയ്യണം? വലിയ ഒരു വ്യവസായ മേഖലകളാക്കി മാറ്റാനുള്ള ഒരു പദ്ധതിയാണ് PM ഗതിശക്തി. വ്യവസായ മേഖലകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. വ്യവസായ മേഖലകളെ എന്ത് ചെയ്യണം? വളരെ ഉയർന്നതിലേക്ക് കൊണ്ടുവരാനാണ് PM ഗതിശക്തി എന്ന് പറയുന്നത്. ഇനി ഇത്രയും കാര്യങ്ങളൊക്കെ പദ്ധതികളായിട്ട് നോക്കാം. കേന്ദ്ര ബജറ്റുമായിട്ട് നോക്കി കേരള ബജറ്റ് നോക്കി. നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം എവിടെയാണ് നിലവിൽ വരുന്നത്? വ്യോമസേന പൈതൃക കേന്ദ്രം ചണ്ഡീഗഡിലാണ് കേട്ടോ. എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. ഇനി നമുക്ക് പറയാം, ഒരുപാട് പേര് ഇപ്പോ 2023 മില്ലറ്റ് വർഷമായിരുന്നു അല്ലെ. 2024 ഏതാണ്? ഒട്ടക വർഷമാണ്. ഇപ്പൊ ചെറുധാന്യത്തിന് ഇപ്പൊ നമ്മൾ എപ്പോഴും പറയും ചെറുധാന്യങ്ങളാണ്, തിനവിളകളാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതിന് പുതിയ വാക്കാണ് ശ്രീ അന്ന കേട്ടോ. ചെറുധാന്യങ്ങളുടെ പുതിയ വാക്ക് ഏതാണ്? ശ്രീ അന്ന. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. നമ്മുടെ ഇന്ത്യക്ക് ഒരു റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. എന്ത് റെക്കോർഡാണെന്നറിയോ? ഒരേ സമയം സൂര്യ നമസ്കാരം ചെയ്യുന്ന രാജ്യം എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യ കേട്ടോ. അതുപോലെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ട് പ്രകാരം, RBIയുടെ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ ശരാശരി വളർച്ചാ നിരക്ക് എത്രയാണ്? ശരാശരി വളർച്ചാ നിരക്ക് 8% കേട്ടോ. 8%. നമ്മുടെ പോർച്ചുഗലിലെ പ്രശസ്തമായ ഫാന്റാസ്പോർട്ടോ ചലച്ചിത്രോത്സവത്തിൽ മികച്ച നടനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് പോർച്ചുഗലിന്റെ കേട്ടോ. പോർച്ചുഗലിലെ പ്രശസ്തമായ ഫാന്റാസ്പോർട്ടോ ചലച്ചിത്രോത്സവത്തിൽ 2024 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ആരൊക്കെയാണ് മികച്ച നടനായിട്ട്? ടോവിനോയ്ക്കാണ് കേട്ടോ. ടോവിനോയ്ക്കാണ് കിട്ടിയത്. 2024 10 ദിവസത്തേക്ക് 10 ഡേയ്സിലേക്ക് അന്താരാഷ്ട്ര വിമാനത്താവളം എന്ന പദവി ഒരു വിമാനത്താവളത്തിന് കിട്ടി. ഏത് വിമാനത്താവളം? 10 ദിവസത്തേക്ക് ഉള്ളൂ കേട്ടോ. അന്താരാഷ്ട്ര വിമാനത്താവളം പദ്ധതി കിട്ടിയത് ജാംനഗർ ഗുജറാത്തിന്. ജാംനഗർ ആ വിമാനത്താവളത്തിന് എന്ത് ചെയ്തു? 10 ദിവസത്തേക്ക് അന്താരാഷ്ട്ര പദവി ലഭിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ഏതാണ്?
തുരങ്കപാത, അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത കൊൽക്കത്ത ഏത് നദിയിലാണ്? ഹൂഗ്ലി ട്ടോ, ഹൂഗ്ലി നദിയിലാണ്. 2024 മാർച്ച് 6-നാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് കേട്ടോ. 2024 മാർച്ച് 6-നാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ തുരങ്കപാത കൊൽക്കത്ത ഹൂഗ്ലി നദിയിൽ ഉദ്ഘാടനം ചെയ്തത്. മാലിന്യമുക്ത നവകേരളം പദ്ധതി കേട്ടിട്ടില്ലേ? മാലിന്യമുക്ത നവകേരളം, മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുള്ള ഒരു തീം സോങ് ഉണ്ട്. ഏതാണ്? മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള തീം സോങ് നമ്മളാണ് മാറ്റം, നമ്മളാണ് മാറ്റം എന്ന് തുടങ്ങുന്ന ഒരു തീം സോങ് ആണ് പുറത്തിറക്കിയിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ബാലൻസ് ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ കാണാം. നല്ല രീതിയിൽ പഠിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുക. ടെൻഷനൊന്നും ഇല്ലാതെ ഇരിക്കുക. നല്ല രീതിയിൽ റിവൈസ് ചെയ്തിട്ടിരിക്കുക. ധാരാളം എന്താ പറയുക കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് മൈൻഡിനൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഉടനെ അടുത്ത ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു.